അപ്പോൾ ഇന്ന് ലഞ്ച് കഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ആസ് എ യൂട്യൂബർ എന്ന് പറയുമ്പോൾ ഒരുപാട് തവണ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും പകുതിക്കിട്ട് പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കൊരു ചാനലുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചോദിക്കുന്നത് ഇതെപ്പോഴാണ് നിർത്തുന്നതെന്നാണ്. ഈ ഗൾഫാരൊക്കെ വന്നാൽ എന്നാ പോകുന്നതെന്ന് ചോദിക്കുന്ന പോലെ എന്നോട് ചോദിക്കൽ ഇതെന്നാ നിർത്താന്നാണ്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ അവന് കളിക്കാലോ എന്ന് വിചാരിച്ച് പുറത്ത് പോകാൻ വേണ്ടി ഡോറ് തുറന്നതായിരുന്നു. അപ്പത്തന്നെ പൂച്ച ഓടി വന്നിട്ടുണ്ടായി. സോ നമ്മൾ എവിടുന്നെങ്കിലും ഡോറ് തുറക്കുമ്പോൾ ഇവരെ എവിടുന്നെങ്കിലും സൗണ്ട് കേട്ട് ഓടി വരും. അവർ നന്നായിട്ട് പേടിച്ചു. പെട്ടെന്ന് കാണുകയാണ്. ഈ വീട്ടിലോട്ട് വരുന്ന മുമ്പ് തന്നെ ഉള്ള ഇവിടുത്തെ താമസക്കാരാണ് ഈ പൂച്ചകളൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ വന്നിട്ട് അവർക്ക് വലിയ മാറ്റമൊന്നുമില്ല. അവൾ ഫുൾ ടൈം അവരുടെ സ്ഥലം പോലെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. വീട് മാറി വന്ന ടൈമിൽ മോന് പൂച്ചനായിട്ട് കളിച്ചപ്പോൾ ചെറിയൊരു മാന്തൽ കിട്ടിയിട്ടുണ്ടായി. അതിനുശേഷം ഒരുപാട് തവണ ഇഞ്ചക്ഷനും കാര്യമായിട്ട് നടക്കുമല്ലോ. അപ്പം അതിനുശേഷം ആൾക്കൊരു പേടിയാണ് പൂച്ചനെ. എന്നെയും മോനെയും കാണാഞ്ഞപ്പോൾ ഇക്കാക്ക് കുഞ്ഞു ബേബീനെ എടുത്തിട്ട് പുറത്തോട്ട് വരെയുണ്ടായി. ഈ വീട്ടിലെ ഏറ്റവും അടിപൊളി ടൈം എന്ന് പറയുന്നത് ആ വീട്ടിലെ അംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നതായിരിക്കും. അവിടെ ഇരിക്കണമെന്ന് പൂച്ചക്ക് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അവർക്കുള്ള ഫുഡ് കിട്ടിയാലേ അവർ ഹാപ്പി ആവുള്ളൂ. അതിനേക്കാട്ട് പീടിയെ പോയിട്ട് ഞങ്ങൾക്കുള്ള സ്നാക്സും കാര്യമൊക്കെ മേടിച്ച് വരികയുണ്ടായി. ഇതൊക്കെ ഇഷ്ടമുള്ളത് മേടിക്കായിരുന്നു. ഇപ്പോൾ അവനാണ് സെലക്ട് ചെയ്യുക പീടിയെ പോയി കഴിഞ്ഞാൽ ഏത് വേണമെന്നൊക്കെ ഉള്ളത്. സോ അവന് ഞങ്ങൾ വീട് മാറിയിട്ട് കുറച്ചായെങ്കിലും ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ്റെ ഈ ടോയ്സും കാര്യങ്ങളൊന്നും അവനെ എടുത്തു കൊടുത്തിട്ടുണ്ടായില്ല. താഴെടല്ലേ പതുക്കെ വെച്ചാൽ മതി. അവന് കളിക്കുന്ന വണ്ടികളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ആ പേക്ക് പൊട്ടിക്കാതെ അലമാരിയുടെ മേലെ തന്നെ ആയിരുന്നു. ഞങ്ങൾ ഇവിടേക്ക് വരുന്നവരെ ആ വണ്ടിയൊക്കെ കണ്ടാലൂടെ ആൾക്ക് വലിയ ക്രേസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇപ്പോൾ കുറേ കാര്യത്തിന് ശേഷം പൊട്ടിച്ചു കൊടുത്തതുകൊണ്ടായിരിക്കണം ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ അത് ഓട്ടിച്ച് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എത്ര ദിവസത്തേക്കാണ് അവൻ്റെ ഈ കളിയും സന്തോഷവും എന്ന് അറിയില്ല. കാരണം ഇപ്പൊ നമ്മൾ എന്നും വീട്ടിൽ ഒരേ സാധനം കാണുമ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ ഒരു ഇഷ്ടം പോവുമല്ലോ. അപ്പൊ നമ്മൾ ഹൈലൈറ്റ് മാളിലും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് വണ്ടി നിർത്തിയിട്ടുണ്ടാവും. നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ട് കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനത്തെ വണ്ടിയൊക്കെ കാണുമ്പോൾ ആൾക്ക് ക്രേസാണ്. വീട്ടിലിങ്ങനെ കുറേ വണ്ടി കാണിച്ചു കൊടുത്താലും ആൾക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസത്തിന് ശേഷം അതൊന്ന് പേക്കൊക്കെ പൊട്ടിച്ചു കൊടുത്തപ്പോൾ ആള് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.